ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിമയുടെയും ഭർത്താവിൻ്റെയും സകല പ്ലാനും പൊളിച്ചടുക്കി വർഷതെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിപ്പോയി. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയോട് 10 മിനിറ്റ് എന്ന് പറഞ്ഞു ഓടി സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങ് പോയായിരുന്നു. ഈ സമയത്ത് മഹിമയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോഴാണ് മധുസൂദനൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എന്തൊക്കെയായിരുന്നു, കൈവിട്ട് പോയി അല്ലേ മഹിമ എന്ന് ചോദിച്ചുകൊണ്ട്. ആ സമയത്ത് മഹിമ എഴുന്നേറ്റ്, ഞാൻ കണക്ക് കൂട്ടിയതുപോലെ ഒന്നും നടന്നില്ലല്ലോ മധുവേട്ടാ, പിന്നെ എൻ്റെ പ്ലാൻ വെറുതെ ആയല്ലോ മധുവേട്ട, വർഷയും ശ്രീകാന്തും ഉടനെ തന്നെ അവൻ്റെ വീട്ടിലെത്തും എന്ന് പറഞ്ഞിങ്ങനെ മഹിമ സങ്കടപ്പെടുമ്പോഴേക്കും മധുസൂദനൻ നിന്ന് ചിരിക്കുക. എന്തിനാ ചിരിക്കുന്നേ? വർഷ പോയതിലേ എനിക്ക് അത്ഭുതമൊന്നുമില്ല. അവളെ നമ്മളിപ്പോഴല്ലല്ലോ കാണുന്നത്, ചെറിയ വയസ്സ് തൊട്ടേ അവൾ കറക്റ്റ് ഇങ്ങനെ തന്നെയല്ലേ എന്ന് മധുസൂദനൻ അന്നേരം ചോദിച്ചു. വേണമെന്ന് പറയുന്നത് ഒരു ദിവസം വേണ്ട എന്ന് പറയും, വേണ്ട എന്ന് പറയുന്നത് വേറൊരു ദിവസം വേണമെന്ന് പറയും. നാൾക്ക് നാൾ അവൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എത്ര കഷ്ടപ്പെട്ടിട്ടാ അവളെയും ശ്രീകാന്തിനെയും നമ്മൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പം നിനക്കെന്ത് കഷ്ടപ്പാടാണ് ഉണ്ടായത്? ആ റൗഡിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചത് മുഴുവൻ ഞാനല്ലേ എന്ന് ചോദിച്ചു. ഇപ്പം അതൊക്കെ വെറുതെ ആയില്ലേ മധുവേട്ട? അവർ രണ്ടുപേരും അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാൻ തീരുമാനിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം നീ വിഷമിക്കാതിരിക്കുക, ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമല്ലേ എന്ന് മധുസൂദനൻ ഭാര്യയോട് പറഞ്ഞു. വർഷ പോകാൻ കാരണം സച്ചിയാണെന്ന് പറഞ്ഞപ്പം അതെ, വലിയ ഹീറോ പോലെ വന്ന് അവൻ അവളെ രക്ഷിച്ചു. അതോടെ അവളുടെ മനസ്സങ്ങ് മാറി. അച്ഛനെ തല്ലിയവൻ കഴിയുന്ന വീട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞവളെ ഇപ്പോൾ ഞാനും തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നതെന്നൊക്കെ മധുസൂദനൻ. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ സച്ചിയുടെ പ്ലാൻ ആയിരുന്നു ഇത്. അപ്പോൾ ഞാനത് വർഷയെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. സച്ചിയും റോഷനും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നിങ്ങനെ പറയുമ്പം ഇനിയിപ്പോൾ ശ്രീകാന്തിനെയും വർഷയും ഈ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു മഹിമ. അതൊക്കെ കഴിയുമെന്നേ, നീ വേറെ എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കാൻ പറയുവാണ് മധുസൂദനൻ ഭാര്യയോട്. അങ്ങനെ കെട്ടിയവനും കൂടെ ആ പ്ലാനിങ്ങുമായിട്ടിരിക്കുന്നു. ഈ സമയത്താണ് വീട്ടിലേക്ക് ശ്രീകാന്തും വർഷയും കൂടെ വരുന്നത്. അപ്പോൾ രവിയേട്ടൻ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ സമയത്ത് മക്കളെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ രവിയേട്ടൻ, അപ്പോഴേക്കും ചന്ദ്രമതിയും വന്നു. ചന്ദ്രമതി ആണെങ്കിൽ തുള്ളിച്ചാടുക മക്കളെ കണ്ടപ്പോൾ. അയ്യോ വാ മക്കളെ എന്ന് പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. എനിക്ക് അറിയായിരുന്നു നിങ്ങൾ വരുമെന്ന്. അപ്പോൾ ശ്രീകാന്തേ, നിനക്ക് സുഖം തന്നെയല്ലേടാ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അമ്മ. അപ്പോൾ ഞാൻ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഇന്നാണല്ലോ നിനക്ക് വരാൻ തോന്നിയത്, എന്തായാലും നിങ്ങൾ വന്നല്ലോ, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം. അപ്പോൾ കയറി വാ മക്കളെ, കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭയങ്കര സ്നേഹമിന് ഓടി വന്ന് ശ്രീകാന്ത് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. ആ സമയത്താണ് ശ്രുതി വരുന്നത്. ശ്രുതിയുടെ തലയിൽ ഇടുത്തി വീണതുപോലെ ആയിപ്പോയി അവരുടെ തിരിച്ചു വരവ്. ഇവരെ കണ്ടപ്പോഴത്തേക്ക് അടുക്കളയിൽ നിന്ന് വന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ മാറി നിൽക്കുക. വന്നോ എന്നുള്ള ഇതിൽ. അപ്പോഴേക്കും രേവതി ഓടി വന്ന് വർഷയെന്നും പറഞ്ഞു കെട്ടിപ്പിടിച്ചു. കേട്ടോ, നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്നും പറഞ്ഞു. അത് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അത് രവിയേട്ടന് മനസ്സിലായി ഇവൾക്ക് ബോധിച്ചില്ല എന്നുള്ളത്. ആ സമയത്ത് ഇതുങ്ങൾ വന്നോ, ഞാൻ കരുതിയത് ഒരിക്കലും വരില്ല എന്നാ. എൻ്റെ പൊന്നോ, ഇനി വർഷം മതി ആൻറ്റിക്ക്, ഞാൻ എന്നെ സൈഡാക്കുമെന്ന് ശ്രുതി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോഴേക്കും സച്ചി ഇറങ്ങി വന്നു. ഇവരെ കണ്ടപ്പോൾ സച്ചിക്കും സന്തോഷമായി. പിന്നെ ശ്രുതി വന്നു. അപ്പോൾ ശ്രുതി വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്ന് വിളിച്ചിട്ട് ദിവസങ്ങളായില്ല, ഇപ്പോഴാണ് നിനക്ക് വരാൻ തോന്നിയതെന്ന് സച്ചി ചോദിക്കുക ശ്രീകാന്തിനോട്. എടാ, നിനക്ക് ആ റെസ്റ്റോറൻറ്റിലെ കുടിസുമുറി കിടക്കേണ്ട ആവശ്യമുണ്ടോ, നിനക്ക് ഇവിടേക്ക് വരായിരുന്നില്ലേ എന്ന് ശ്രുതി. അപ്പോൾ ഹർഷയെ കൂടാതെ ഞാൻ തനിയെ വരില്ല എന്ന് തീരുമാനിച്ചിരുന്നത്, അതാ വരാതിരുന്നെന്ന് ശ്രീ പറയുമ്പം എന്തായാലും രണ്ടുപേരും വന്നല്ലോ, എനിക്കറിയായിരുന്നു എന്നെ കാണാതെ നിനക്ക് അധികം നാളൊന്നും നിൽക്കാൻ കഴിയില്ല എന്ന്, നീ പെട്ടെന്ന് വരുമെന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ ഞങ്ങൾ വരുമെന്ന നോട്ടിഫിക്കേഷൻ ആദ്യമേ തന്നെ കിട്ടിയിരുന്നല്ലേ ആൻറ്റി എന്ന് വർഷ ചോദിക്കുമ്പോൾ, എൻ്റെ മോനെ എനിക്കറിയില്ലേ, അവനെ പറ്റി എന്നെ വിട്ട് അവന് കൂടുതൽ ദിവസമൊന്നും മാറി നിൽക്കാൻ കഴിയത്തില്ല, നിനക്കും എന്നെ ഇഷ്ടമാണെന്നും അതുകൊണ്ടല്ലേ വന്നതെന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര സ്നേഹം അങ്ങനെ ഒലിപ്പിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. വർഷേ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി ചേച്ചി, നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്ന് ശ്രുതി പറഞ്ഞേ. ഇവരിനി ഒരിക്കലും വരില്ല എന്നാ കരുതിയതല്ലേ എന്ന് സച്ചി ചോദിച്ചു. പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല, അതാ പറഞ്ഞതെന്ന് ശ്രുതി ചാടിക്കയറി അതിന് മറുപടിയും കൊടുക്കുക. പിന്നെ നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുക. അപ്പം അങ്ങനെ ഇവർ തമ്മിൽ പറയുമ്പം ഓഡിറ്റോറിയത്തിൽ നടന്നതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളിങ്ങോട്ട് വരില്ല എന്ന് ഞാൻ പേടിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പം, അങ്കിൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്, ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ചിന്തിച്ച് നമ്മളെന്തിനാ വെറുതെ സമയം കളയുന്നത്, സന്തോഷം നശിപ്പിക്കുന്നത് എന്ന് വർഷ അച്ഛനോട് പറയാം. ശ്രീകാന്ത് ഇതാന്നും പറഞ്ഞ് ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് ഒരു കേക്ക് കൊടുത്തു. സുധേട്ടൊന്ന് പിടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കേക്ക് കൊണ്ടെന്ന് വെച്ചപ്പോൾ ആരുടെ പിറന്നാളാടാന്ന് ചോദിച്ചു സച്ചി. അപ്പോൾ ആരുടെയും പിറന്നാളൊന്നുമല്ല, വർഷയാണ് കേക്ക് വാങ്ങിച്ചത്. അവൾ എന്തെങ്കിലും ഒരു കാരണം കണ്ട് കാണും. അപ്പോൾ എന്താ കാരണമെന്ന് നിനക്ക് അറിയില്ല എന്ന് സച്ചി ചോദിച്ചു. ഇന്ന് ആരുടെയും പിറന്നാളൊന്നും അല്ല, പിന്നെന്തിനാ വർഷ കേക്ക് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ബർത്ത്ഡേക്ക് മാത്രമേ കേക്ക് കട്ട് ചെയ്യത്തുള്ളൂ ആൻറ്റി, വേറെ ഒരു സെലിബ്രേഷൻ കേക്കൊന്നും കട്ട് ചെയ്യത്തില്ലേ? അപ്പോൾ ഇവിടെ വേറെന്ത് സെലിബ്രേഷനാ? അപ്പം ഞങ്ങൾ രണ്ടുപേരും വന്നില്ലേ ഇവിടെ,
അതൊരു സെലിബ്രേഷൻ അല്ലേ? ഓ, അപ്പോൾ നിങ്ങളിവിടെ ആദ്യമായിട്ട് വന്നതാണോന്ന് സച്ചി? എന്ത് നല്ല കാര്യം നടന്നാലും അത് സെലിബ്രേറ്റ് ചെയ്യണം, എങ്കിലേ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കും അതെന്നൊക്കെ നമ്മുടെ വർഷ പറയാം. ഓ, കൂടെ വരും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുക കേട്ടോ. അന്ന് അത്ര വലിയ പ്രശ്നം നടന്നിട്ടും ഇപ്പം നീ അപ്പം അതൊക്കെ വിട്ടുകള ആൻറ്റി, അതെന്താണ് ഇപ്പം ഇവിടെ ഓർമ്മിപ്പിക്കുന്നതെന്ന് നമ്മുടെ വർഷ ചോദിക്കുക. അപ്പോൾ ശ്രുതി നിന്ന് ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യേണ്ടതെന്ന്. ആ വർഷേ, അതെ, നീ അത് കാര്യമാക്കാത്തതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ ഒന്ന് ശ്രുതി ചാടി കയറി പറയാം. സച്ചിക്കിട്ടുള്ളൊരു കൊല്ലത്താണ് നമ്മുടെ ശ്രുതി ഉദ്ദേശിച്ചത്. എന്നാലും ഈ വീട്ടിലെ ആളെ കൊണ്ട് നിന്റെ അച്ഛനെ എല്ലാവർക്കും മുന്നിൽ അപമാനിക്കപ്പെട്ടതല്ലേ, അതൊക്കെ മറന്നിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചായഞ്ഞങ്ങ് പോകുമ്പം പാർലറായിട്ടത്തെ ഏഷനെ കൂട്ടുന്നത് കണ്ടോ എന്ന് നമ്മുടെ സച്ചി രേവതിയോട് പതുക്കെ പറയുമ്പോൾ, ശ്രുതി ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സ് മാറുമെന്ന് കരുതിയോ എന്ന് വർഷ നേരം ചോദിക്കാം. അങ്ങനെ ഏതായാലും പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കണമെന്നും പറഞ്ഞ് വർഷ അങ്ങ് പോയി. വന്ന് കയറിയത് ശ്രുതിക്കിട്ടുള്ള പണിയാണ് നമ്മുടെ വർഷ കൊടുത്തത്. അപ്പോൾ അങ്ങനെ തലയെടുപ്പോടുകൂടി നിന്ന് ചന്ദ്രമതിക്കും ഒരു പണിയായി, അതുപോലെ തന്നെ ശ്രുതിക്കും പണിയായി. അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ അങ്കിൾ എന്ന് വർഷ ചോദിക്കുമ്പോൾ മോൾ പറഞ്ഞത് കറക്റ്റാണെന്നും പറഞ്ഞു നമ്മുടെ അച്ഛൻ. അപ്പോൾ പൗഡറായിട്ട് തീച്ചേറ്റിപ്പോയി എന്ന് നമ്മുടെ സച്ചി അന്നേരം ഇവളോട് പറഞ്ഞു. ഓ എന്നും പറഞ്ഞോണ്ട് നിൽക്കുക ശ്രുതി അന്നേരം. മുന്നേ നടന്ന വിഷയങ്ങൾ പുസ്തകം പോലെയാണെന്നും വായനാസുഖം ഉണ്ടെങ്കിൽ നമുക്കത് വായിച്ചു തീർക്കാം, അല്ലെങ്കിൽ അത് വായിക്കാതെ മാറ്റി വെക്കാമെന്ന് രവിയേട്ടൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. നിങ്ങൾ രണ്ടുപേരും വിഷമിച്ചിട്ടാണ് പോയതെങ്കിലും സന്തോഷത്തോടെ തന്നെ തിരികെ വന്നല്ലോ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് രവിയേട്ടൻ പറഞ്ഞപ്പം എന്നാൽ ആ സന്തോഷത്തിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വർഷ. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. എല്ലാവർക്കും വന്നിട്ട് ഇവർ കേക്കൊക്കെ കൊടുക്കുക. അപ്പോൾ സച്ചി കേക്ക് കട്ട് ചെയ്തതിന് ശേഷം മുറിയിൽ പോയി സച്ചിയായിട്ടും തന്നെ നിന്ന് ഒരു പാട്ട് അപ്പോൾ സച്ചി പാട്ട് പാടുന്നതിനെ പറ്റി പറയുമ്പോഴാണ് മുറിയിൽ പോയി തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് മുറിയിൽ പോയി തന്നെ നിന്ന് സച്ചിയുടെ പാടിക്കോളാൻ രേവതി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇവർ കേക്ക് മുറിക്കൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യൽ ഒക്കെ ആയിട്ട് നിൽക്കാം. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് മോളെ, നീ ഈ ദിവസത്തെ ഒത്തിരി നല്ലൊരു ദിവസമാക്കി മാറ്റി, ഒരുപാട് സന്തോഷമുണ്ട് മോളെ എന്ന് രവിയേട്ടൻ വർഷയോട് പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തർക്കായിട്ട് കേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതി ചേച്ചിയുടെ കയ്യിലേക്ക് കേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് രേവതി ചേച്ചി കേക്ക് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വർഷ കൊടുത്ത കേക്ക് മേടിച്ച് രേവതി സച്ചിക്ക് കൊടുക്കും. അപ്പോൾ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക, എല്ലാവരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതി ആ കേക്ക് സച്ചിയുടെ വായിൽ വെച്ച് കൊടുത്തു. അത് ശ്രുതിക്കും ചന്ദ്രമതിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുശുമ്പും കുന്നായ്മ മാത്രമുള്ളല്ലോ കൂടത്തിൽ. ആ സമയത്ത് നമ്മുടെ സച്ചി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയം ഇനി രേവതി ചേച്ചിക്ക് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കയ്യിലേക്ക് വർഷ കൊടുത്തു. അങ്ങനെ സച്ചിയും വർഷയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു, അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അപ്പോൾ ശ്രുതി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇഷ്ടപ്പെടാതെ. ആ സമയത്ത് അച്ഛാ, ഇവർ തിരികെ വീട്ടിൽ വന്നാൽ അന്ന് നടന്നതിൻ്റെ പേരിൽ വഴക്കടിക്കുമെന്ന് ഞാൻ കരുതിയതെന്ന് സച്ചി പറയാം. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇതിപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണെന്ന് സച്ചി. അത് കേട്ടപ്പോൾ എന്തിനാ വെറുതെ വഴക്കടിക്കുന്നേ, വഴക്കടിച്ചത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, വീട്ടിലെ സമാധാനം കെട്ടുപോകും, അത്ര മാത്രമല്ലേ ഉള്ളൂ എന്ന് വർഷ സച്ചിയോട് ചോദിക്കാം. അപ്പം ശരിയാ വർഷമോള് പറഞ്ഞത്, ഒരു മനുഷ്യന് ഒരു നദിയുടെ നീരൊഴുക്കിൽ 2 തവണ കാലൊഴിക്കാനായിട്ട് പറ്റത്തില്ല, ജീവിതവും അങ്ങനെ തന്നെയാണെന്ന കാര്യങ്ങളും നമ്മുടെ അച്ഛനും ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ജീവിക്കുന്ന കാലം ഒരു തവണ നമ്മളെ കടന്നു പോയാലേ അത് പിന്നെ ഒരിക്കലും തിരികെ വരില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക, ആഘോഷിക്കുക. ഈ വഴക്കും പിണക്കവും ശത്രുതയും ഒന്നും വേണ്ട. അപ്പോൾ എക്സാക്ട്ലി അങ്കിൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷയും ഇങ്ങനെ കുറേയൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പം ഇത്രയും നാൾ ഇവിടെ നിന്ന് മാറി നിന്നതിന് സോറി അച്ഛാന്ന് ശ്രീ പറയുമ്പം അതൊന്നും ഓർമ്മിപ്പിക്കാതെ എന്ന് രവിയേട്ടൻ പറഞ്ഞു. അങ്ങനെ അടുത്ത കേക്ക് മുറിച്ചു, അടുത്ത ആൾക്ക് കൊടുക്കുക. ആ സമയത്ത് ചന്ദ്രമതിയോട് പറഞ്ഞു കേക്ക് എടുത്ത് അച്ഛന് കൊടുക്കാൻ. അത് വേണോ മോളെ എന്ന് ചോദിച്ചപ്പോൾ വേണം, കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതേ കൊടുപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ കേക്കൊക്കെ കൊടുത്തു. അവർ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് ശ്രീകാന്ത് മക്കളോട് പറയുക. എന്നാലും കുറച്ച് കഴിഞ്ഞാണെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് നിങ്ങളിവിടേക്ക് വന്നല്ലോ എന്ന് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പം ഞങ്ങൾ ഇവിടേക്ക് വരാൻ വേറെ ചിലർ കാരണമായിട്ടുണ്ട് ആൻറ്റി എന്ന് നമ്മുടെ വർഷ പറയാം. ചന്ദ്രമതി വലിയ ആള് കളിച്ചതാട്ടോ, ഞാൻ കാരണം അവർ വന്നെന്നും പറഞ്ഞു. അപ്പം ആര് കാരണമായാലും വന്നല്ലോ, ഈ സന്തോഷം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രേവതി അന്നേരത്തേക്ക് ഇടയ്ക്ക് കയറി പറയുക. രേവതിക്കല്ലേ ഇടയ്ക്ക് കയറി പറച്ചിലിച്ചിട്ട് കൂടുതലാണ് ഉള്ള കാര്യം വർഷ പറഞ്ഞേനെ. അല്ല നിങ്ങൾക്കൊക്കെ എന്താ കഴിക്കാൻ വേണ്ടത് പറഞ്ഞോളൂ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് രേവതി പറയുമ്പം വേണ്ട, ഇന്ന് രേവതി ചേച്ചി റെസ്റ്റ് എടുക്കുക, എല്ലാവർക്കുള്ള ഭക്ഷണം ഞാൻ പുറത്ത് നിന്ന് ഓർഡർ ചെയ്തോളാമെന്ന് പറഞ്ഞു. നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത്. നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കാന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വർഷ.
ഓഹോ, അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് നല്ലതല്ല അല്ലേ എന്ന് ശ്രീകാന്ത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും തമാശയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് വർഷയും ശ്രീകാന്ത് റൂമിലേക്ക് പോയി. ഈ നേരത്തെ രേവതി കേക്ക് എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് കേക്കുമായിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി. അങ്ങനെ സച്ചിയും രേവതിയുടെ പിന്നാലെ പോയി. ആ സമയത്ത് ശ്രുതിയും അകത്തേക്ക് കയറിപ്പോയി. പിന്നെ രവിയേട്ടനും ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പം, അല്ല ചന്ദ്രേ, അവർ വരാനുള്ള കാരണക്കാര് സച്ചിയും രേവതിയാണെന്നുള്ള കാര്യം നമ്മുടെ രവിയേട്ടൻ തന്നെ ചന്ദ്രമതിയോട് പറഞ്ഞു. നീ ഇപ്പോൾ അതിൻ്റെ പേരിൽ നീ അവരോട് ഗുസ്തി പിടിക്കാനൊന്നും പോകണ്ട കേട്ടോ എന്നും പറഞ്ഞു. ചന്ദ്രേ, നീ നോക്ക്, വീട്ടിലുള്ള എല്ലാവരെയും ഒരേ രീതിയിൽ കാണാൻ നീ ആദ്യം പഠിക്കണം. അവർ തിരികെ വന്നു, ഇനിയിപ്പോൾ നീ ആയിട്ട് ഈ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും മര്യാദ കാണിക്കണമെന്നും പറയാം. നീ വായടച്ചാലേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകുമെന്ന് രവിയേട്ടൻ പറയാം. അത് പറഞ്ഞ രവിയേട്ടൻ അങ്ങ് പോയപ്പോൾ ചന്ദ്രമതി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. എന്നാൽ രേവതി അംഗീകരിക്കാൻ തള്ളയ്ക്ക് പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി ഇങ്ങനെ മുകളിലൂടെ, അത് ടെറസിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ ഈ വരവിനെ പറ്റി മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇത് നീ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോട്ടോ, ഭാവിയിൽ നിനക്കത് ഉപകരിക്കും. എനിക്കൊരു അമ്മായച്ചനുണ്ട്, ഒരു ഉപകാരവും ഇല്ല. അല്ല, അദ്ദേഹം ഇപ്പോൾ ജയിലിലാണെന്ന് അമ്മ പറഞ്ഞല്ലോ. അപ്പം അയാൾ എന്ന് വെളിയിൽ ഇറങ്ങുന്നു അപ്പോഴേ എനിക്ക് തരാനുള്ളതൊക്കെ കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയാം. എന്നിട്ട് അത് വിട്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ, സന്തോഷമായെന്നും നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അല്ല, അന്നത്തെ ആ പ്രശ്നത്തിന് കാരണം സച്ചി ഒറ്റ ഒരുത്തനാണെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ, ഏട്ടാ, വർഷയുടെ അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അന്നത്തെ സംഭവത്തിലും വർഷയുടെ അച്ഛനും സച്ചിയേട്ടനും തെറ്റുകാരാണെന്ന് പറഞ്ഞു ശ്രീകാന്ത്. ആ വിഷയം എങ്ങനെയൊക്കെയോ അവസാനിച്ചു പോയതാ. അടുത്തത് ഇനി എന്ത് പ്രശ്നമാണ് അപ്പോൾ വരാൻ പോകുന്നത്, ആ ഒരു പേടിയില്ല ഞാനിപ്പോൾ നിൽക്കുന്നതെന്നും പറഞ്ഞിങ്ങനെ ശ്രീകാന്ത് പറയുമ്പോൾ, എന്താ പ്രശ്നം ഏട്ടാ? കല്യാണത്തിന് മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നിനെയും പേടിയില്ലായിരുന്നു. എന്ത് ജോലിയായിട്ടാ നമ്മൾ ജീവിച്ചത്. ടെറസിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിക്കില്ലായിരുന്നു. അത്യാവശ്യം ബിയറൊക്കെ അടിച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങുമല്ലായിരുന്നു എന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞതോടെ ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുമ്പം, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അധികം ആയിട്ടില്ലല്ലോ, അപ്പോഴേക്കും നിനക്ക് ബോറടിച്ച് തുടങ്ങിയോ എന്ന് ചോദിച്ചു. അയ്യോ, അത് ബോറടി അല്ല ഏട്ടാ, മാരേജ് ലൈഫ് ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ല. പ്രണയിക്കുന്ന കാലമൊന്നും ഇത്ര ടഫായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, എടാ, ഈ പ്രണയിക്കുന്നതേ സ്കൂളിലെയും കോളേജിലെയും എക്സാം എഴുതുന്നത് പോലെയാ. പഠിച്ച പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളെ വരും, നമുക്ക് ഓരോ വിധമൊക്കെ ആൻസർ എഴുതാം. പിന്നെ ഈ മാരേജ് ലൈഫ് എന്നൊക്കെ പറയുന്നതേ ഒരു PSC എക്സാം പോലെയാ. ഇവിടെ നിന്നൊക്കെയാ ചോദ്യം വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ വിഷയങ്ങളും നമ്മൾ ആഴത്തിൽ പഠിച്ചിരിക്കണം. അപ്പോൾ ഏട്ടനും എൻ്റെ അനുഭവം തന്നെയല്ലേ? അല്ല, ഏട്ടനും കല്യാണം കഴിച്ചിട്ടെടുക്കാൻ കാലമൊന്നും ആയില്ലല്ലോ, എന്നിട്ട് ഏട്ടനും അങ്ങനെ തോന്നി തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പായം തലേണയായിട്ട് നമ്മുടെ സച്ചി വരുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുൻപ് കല്യാണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണം വേണ്ടായിരുന്നു എന്ന് പറയുമെന്നും പറഞ്ഞ് സച്ചി വരുമ്പം, സത്യം പറ, സച്ചിന് അങ്ങനെ തോന്നാറില്ലേ എന്ന് ചോദിച്ചു. വഴക്കടിക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, വഴക്കടിക്കാതിരിക്കുമ്പോൾ തോന്നാറില്ല. എന്താടാ, നിങ്ങൾക്കിടയിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. വേണമെങ്കിൽ 6 വർഷം പെണ്ണിൻ്റെ പുറകെ നടന്ന് പ്രണയിക്കും. കല്യാണം കഴിഞ്ഞ് 6ാമത്തെ മാസം രണ്ടും കൂടെ കോടതിയിലും എത്തും. പലരുടെയും അവസ്ഥയായി ഇതൊക്കെ തന്നെയാടാ. അതുപോലെ നീയും കോടതിയിൽ പോയി നിന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനെന്തിനാ കോടതിയിൽ പോയി നിൽക്കുന്നേ? അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു. ഈ ജീവിതത്തിൽ ഞാൻ വർഷയെ വിട്ട് പിരിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഒരൊറ്റ അടി ശ്രീകാന്തിൻ്റെ തോളിൽ. ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ നീ കേട്ടില്ല. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ നീ വന്നല്ലേടാ. ഇത്രയും കാലം കൂടെ കഴിഞ്ഞ കൂടപ്പുറപ്പിൻ്റെ വാക്ക് നീ കേട്ടില്ലല്ലേടാ. ഇന്നലെ താലി കെട്ടിയ ഭാര്യയുടെ വാക്ക് നീ കേട്ടല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എന്ത് ചെയ്യാനായിട്ടാ? അച്ഛൻ, അമ്മ, ഏട്ടൻ എല്ലാവരും, അവരോട് എനിക്ക് എതിർത്ത് പറയാം, പക്ഷേ ഭാര്യയോട് എതിർത്ത് പറയാൻ പറ്റില്ല. ജീവിതം തകർന്ന് തരിപ്പണമാകുമെന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും എതിർത്ത് പറയാറില്ല എന്ന് നമ്മുടെ ശ്രുതി പതുക്കെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ, അല്ല ശ്രുതിയേട്ടാന്ന് ശ്രുതിയോട് നമ്മുടെ സ്ത്രീ ചോദിക്കുമ്പോൾ, അയ്യേ, നിങ്ങളെപ്പോലെ എനിക്ക് ഭാര്യ പേടിയൊന്നുമില്ല, ഞാൻ ശ്രുതിയോടൊന്നും വെട്ടി തുറന്ന് സംസാരിക്കാം അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കാം. അപ്പോൾ എന്തോന്ന്, എങ്ങനെ ഇവന് പേടിയില്ലാതെ സംസാരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ സച്ചിയും ശ്രീകാന്തും കൂടെ നമ്മുടെ ശ്രുതിയെ കളിയാക്കി ചിരിക്കുക നമ്മൾ കാണാറുണ്ട്. പേടിത്തൊണ്ടൻ എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ രേവതി വർഷയ്ക്കും അതുപോലെ ശ്രുതിക്കും ചായ ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രീകാന്തിന് ചായ വേണമെന്ന് ചോദിക്കിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു വർഷയോട് നമ്മുടെ രേവതി. അപ്പോൾ വേണ്ട, ശ്രീകാന്ത് ടെറസിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. എന്താ വീണ്ടും നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമായോ എന്ന് രേവതി ചോദിക്കുമ്പം, ശ്രീകാന്ത് ശ്രുതിയേട്ടനുമായിട്ട് സംസാരിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിക്കുന്നുണ്ട്, ഇത് നമ്മുടെ ലേറ്റ് നൈറ്റ് ഫുഡായിട്ട് മാറിയിരിക്കുകയാണെന്ന് വർഷം ഇങ്ങനെ പറഞ്ഞപ്പം രേവതി നിന്ന് ചിരിച്ചു.
ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. നീ വീട്ടിൽ പോയപ്പോൾ വല്ലാതെ വിഷമം തോന്നിയിരുന്നുവെന്നും വന്നപ്പോഴാണ് സമാധാനമായതെന്നൊക്കെ രേവതി ഇങ്ങനെ വർഷയോട് പറയുക കേട്ടോ. ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല അന്ന് ശ്രുതി ചായയുടെ മൂടിൽ അങ്ങ് പറഞ്ഞു പോയി. അപ്പം ഞാൻ വന്നത് ചേച്ചിക്ക് ഇഷ്ടമായില്ലേ എന്ന് വർഷ ചോദിക്കുമ്പം അല്ല, എന്താ അങ്ങനെ ചോദിച്ചേ? നീ വന്നതിൽ ആൻറ്റിയെ പോലെ തന്നെ എനിക്കും സന്തോഷമുണ്ടെന്ന് ശ്രുതി ഇങ്ങനെ പറയുക. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അന്നേരം തലയാട്ടി. സച്ചി നിന്റെ വീട്ടിൽ വന്ന് സോറി പറയുമെന്നാ ഞാൻ കരുതിയതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വേറെ വിഷയം എടുത്തിടുക. അപ്പം സച്ചേട്ടൻ എന്തിനാ സോറി പറയുന്നതെന്ന് രേവതി ചോദിച്ചു. അപ്പം രേവതി എന്താ അങ്ങനെ ചോദിക്കുന്നേ? സച്ചി വർഷയുടെ അച്ഛനെ തല്ലിയില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് വർഷയുടെ അച്ഛൻ എന്നോട് വന്ന് സോറി പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ വർഷേ, രേവതി പറഞ്ഞത് നീ കേട്ടില്ലേ? നിന്റെ അച്ഛൻ വന്ന് രേവതിയോട് സോറി പറയണമെന്ന്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ ചേച്ചിയോട് വന്ന് സോറി പറയേണ്ടതാ. ശരിക്കും തെറ്റ് അച്ഛൻ്റെ ഭാഗത്തും ഉണ്ട്, സച്ചേട്ടൻ്റെ ഭാഗത്തും ഉണ്ടെന്ന് വർഷ പറയുമ്പം അവിടെയും പൊളിഞ്ഞു. അപ്പോൾ നിനക്ക് സച്ചിയോട് ഒട്ടും ദേഷ്യമില്ലേ എന്ന് ശ്രുതി പതുക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ വർഷയ്ക്ക് സച്ചിയേട്ടനോട് ദേഷ്യം തോന്നണോ? അതാണോ? തോന്നാത്തത് കൊണ്ട് നിനക്കത് വിഷമമുള്ളത് പോലെയാണല്ലോ എന്ന് രേവതി ശ്രുതിയോട് ചോദിച്ചു. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കരുത് കേട്ടോ എന്ന് രേവതി ശ്രുതിയോട് പറയുമ്പം ശ്രുതി ആകെ ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുക. അതെ, സച്ചേട്ടൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നും അതൊക്കെ വിട്ടുകളയാം. പിന്നെ ശ്രീകാന്ത് എന്നെ വിട്ടുകൊടുത്തില്ല. ഞാൻ ഇവിടേക്ക് വന്നാലേ ശ്രീകാന്ത് ഇവിടെ വരുള്ളൂ എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ തന്നെ താമസിച്ചു. ശ്രീകാന്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയുക നമ്മുടെ വർഷ. വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണമെന്ന് വർഷ പറയുമ്പോൾ ശരിയാ വർഷ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുണ്ടാകും, പിണങ്ങും. എന്നാൽ അതൊന്നും ജീവിതത്തെ ബാധിക്കാനേ പാടില്ല. വിട്ടുവീഴ്ച ചെയ്ത് ഇണക്കത്തോടെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. സച്ചിയും രേവതി വഴക്കുണ്ടാക്കുന്ന കണ്ട ഇപ്പോൾ കോർട്ടിലെത്തും, ഡിവോഴ്സ് ആകുമെന്നൊക്കെ തോന്നും. അപ്പോൾ വഴക്ക് കൂടാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഈ ലോകത്തുണ്ടോ ശ്രുതി? വഴക്ക് കൂടുന്നില്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന കാര്യം പറഞ്ഞു. സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാകുന്നിടത്താണ് വഴക്കുണ്ടാകുന്നതെന്ന് രേവതി പറഞ്ഞപ്പം വഴക്കുണ്ടാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എത്ര വഴക്ക് കൂടിയാൽ എന്താ, അത് മനസ്സിൽ കൊടുക്കാതിരുന്നാൽ മതി എന്ന് രേവതി അന്നേരം പറഞ്ഞു. പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവർ എത്ര വടി കൂടിയാലും പ്രശ്നമില്ലാന്നും വഴക്ക് കൂടുന്ന അത്ര സ്നേഹവും കൂടുമെന്ന് രേവതി ഇങ്ങനെ പറയുമ്പം എല്ലാ ശ്രുതിക്ക് ഇടിവെട്ട് തിരിച്ചടിയാണ്. വർഷയ്ക്ക് അതൊക്കെ നല്ല ഒരു പ്രചോദനവും. അങ്ങനെ ഇവർ 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.